സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിശ്വാസത്തിലാണ് ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കുറേ ആളുകൾ ജന്മമെടുത്തിട്ടുണ്ട്. സത്യത്തിലെ യഥാർത്ഥമായ വിശ്വാസം എന്താണെന്ന് പോലും അറിയാതെ ഓരോരുത്തർ അവരവരുടെ കാഴ്ചപ്പാടിലൂടെ പലതും വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ കടന്നു വരാൻ പറ്റുന്ന ഒരു വഴിയാണല്ലോ യൂട്യൂബ് എന്ന് പറയുന്നത്. അതിലൂടെ പലതരത്തിലുള്ള പണ്ഡിതന്മാരും പലതരത്തിലുള്ള പ്രമുഖരും ഒക്കെ കടന്നു വന്നുകൊണ്ട് പല തരത്തിലായിക്കൊണ്ട് വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്ന രീതി നമ്മളെപ്പോഴും കാണുന്നുണ്ട്. സത്യത്തിൽ സാധാരണ രീതിയിൽ അറിവുള്ള ആളുകൾ ഇതെല്ലാം മൊത്തത്തിൽ കേൾക്കുമ്പോൾ ആശയക്കുഴപ്പത്തിലാകും. കാരണം ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ മുന്നേറുമ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ ഉടമസ്ഥ അവകാശം അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത ഏകനായ അള്ളാഹുവിന് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മുസ്ലിം എന്ന് പറയുന്നൊരു സമുദായം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ ഭാഗത്ത് നോക്കുമ്പോഴും അവരവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള സൂറത്തുകൾ അതിൽ കാണാൻ പറ്റും. ഇപ്പോൾ കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ്, കുറേ ആൾക്കാർ അതെടുത്തിട്ട് ഇങ്ങനെ തർക്കിക്കുന്നത് കാണാം. അങ്ങനെ ഖുർആനിലെ ഓരോ സൂറത്തുകളും അവരവരേത് വിഷയവുമായിട്ടാണോ തർക്കിക്കുന്നത് ആ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള സൂറത്തിൻ്റെ ഭാഗം അവർക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അർത്ഥം മാത്രം എടുത്തുകൊണ്ട് അത് ഓതി കേൾപ്പിക്കുകയും അതിൻ്റെ അർത്ഥം പറയുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ആശയക്കുഴപ്പത്തിലായിപ്പോവും. പക്ഷെ ഖുർആൻ മൊത്തത്തിൽ ഓതി വരുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണത മനസ്സിലാവുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, ഞാൻ പറയുന്നത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷേ സ്വയം പരിശോധിക്കണം. സ്വയം ഒരു ആത്മപരിശോധന നടത്തുകയും പരിശുദ്ധ ഖുർആൻ്റെ മലയാള പരിഭാഷ, അറബി അറിയാത്തവർ മലയാള പരിഭാഷ എടുത്തുകൊണ്ട് ഈ പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് തൊട്ട് ഇങ്ങോട്ട് മുഴുവനായിട്ടും ഓരോന്ന് പഠിക്കുക. അപ്പോൾ ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു അള്ള മാത്രമേ ഉള്ളൂ, അള്ള മാത്രമേ ഉള്ളൂ, അള്ള മാത്രമേ ഉള്ളൂ, അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, അവനല്ലാതെ വേറൊരു ഇലാഹില്ല, അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കുകയും മറ്റുള്ളവരെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ അവരെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള വേറെ കുറേ മുസ്ലിയാക്കന്മാർ. കാരണം എന്താണ്, ഈ പറയുന്ന സൂഫി വര്യന്മാരായ കുറേ ആളുകളെ കുറിച്ചിട്ട് ഈ മുസ്ലിയാക്കന്മാർ നടത്തുന്ന പ്രചരണങ്ങളാണ് ഒരു പരിധിവരെ മറ്റുള്ളവരെ മാനസികമായിട്ട് അസ്വസ്ഥമാക്കുന്നത്. കാരണം എവിടെ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ലാതെ എന്തും വായി തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു വൃത്തികെട്ട സമ്പ്രദായമാണ് മുസ്ലിയാക്കന്മാർക്കിടയിലുള്ളത്. അതുകൊണ്ടാണ് മറ്റുള്ളവരത് പരിഹസിക്കാൻ കാരണം എല്ലാവർക്കും അനുഭവം ഒരേപോലെയല്ല, പലർക്കും പലതരത്തിലാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ CM മടവൂർ അബൂബക്കർ മുസ്ലിയാർ. ആരാണ് CM മടവൂർ? ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ആ കേൾക്കുന്നത് വെച്ചിട്ട് ആളെ വിലയിരുത്തരുത്. കാരണം മഹാനായ ആ വ്യക്തി, മഹാൻ എന്ന് പറയാൻ കാരണം എന്താ, എല്ലാ വ്യക്തികൾക്കും അവരവരുടെ ജീവിതത്തിൽ എല്ലാവരും സാധാരണ വ്യക്തിയായിട്ട് ജന്മം കൊണ്ടുവരുമ്പോൾ ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന ഓരോ പൊസിഷനുകളുണ്ട്. എല്ലാവരും മനുഷ്യരാണ്. ഒരു പോലീസ് ഓഫീസർ നമ്മുടെ വീട്ടിലേക്ക് വന്നു, നമ്മൾ അദ്ദേഹത്തിന് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ അയാൾ സാധാരണ ഒരു മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മൾ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമോ? ഇല്ല. ആരാണെന്ന് ചോദിക്കും. എങ്കിലൊരു പോലീസ് വേഷത്തിലാ വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റ് പോകും. അപ്പോൾ എന്നതുപോലെ ഓരോ ആളുകൾക്കും അവരവരുടേതായ മഹത്വത്തിനനുസരിച്ച് കൊണ്ടിട്ടുള്ള ആദരവ് കൊടുക്കുന്നത്. ആ ആദരവിന് ഓരോ വ്യക്തികൾക്കും ഓരോ പേരുകളുണ്ട്. ജഡ്ജി, മന്ത്രി, അങ്ങനെ ഭൗതികമായിട്ട് ഒരുപാട് പേരുകളുണ്ട്.
അപ്പോൾ എന്നതുപോലെ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ അവർക്ക് നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ, നല്ല അറിവുകളും നല്ല കാഴ്ചകളും ആസ്വദിക്കാൻ കഴിഞ്ഞ ആളുകൾ, അത് ആസ്വദിച്ചവരാണ്, അല്ലാണ്ട് വെറുതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടവരല്ല. ഞാൻ കണ്ട ഒരാളാണ്. അപ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ ഒരു അനുഭവം ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് അത് ആ അനുഭവത്തിൻ്റെ സുഖം കിട്ടണമെന്നില്ല. എൻ്റെ കൈ മുറിഞ്ഞാൽ എൻ്റെ കൈയിൻ്റെ വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ. കൂടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ആ വേദന അറിയാൻ പറ്റില്ല. എനിക്ക് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ആ വേദന അറിയാൻ പറ്റുമോ? ആ വേദന അറിയണമെങ്കിൽ അവരവരുടെ കൈ മുറിച്ചു നോക്കണം. സ്വന്തം ശരീരത്തിൽ മുറിവുകൾ വന്നാലാണ് ആ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം എന്നതുപോലെയാണ് വിശ്വാസത്തിൻ്റെ ഭാഗവും. ഓരോരുത്തർ അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങളാണ്. പക്ഷെ അത് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവർ വിളിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഖുർആനിൽ പറയുന്നു അള്ള മാത്രമേ ഉള്ളൂ, അള്ള മാത്രമേ ഉള്ളൂ, അള്ള മാത്രമേ ഉള്ളൂ എന്ന് ഒരു വിഭാഗം ആൾക്കാർ വിളിച്ചു കൂവി കരയുമ്പോൾ അതിനെതിരെ അതിനൊപ്പം കുറേ കമൻറ്റുകൾ ഇട്ടുകൊണ്ട് ഞങ്ങളെ കാക്കട്ടെ, രക്ഷിക്കട്ടെ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാം. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരത് അനുഭവിക്കാത്തവരാണ്. അത് അന്വേഷിക്കാൻ പോകാൻ അവർക്ക് സമയവുമില്ല. എല്ലാവരും നാളെ ആഖിറം പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ആഖിറം വേണം, സ്വർഗം വേണം. ഭൂമിയിലെ സ്വർഗം ഒരു പരിധി വരെ കുഴപ്പത്തിലായിരിക്കണേണ്. അപ്പോൾ ഇനി ആഖിറം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോൾ ആ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഭാഗം സലഫികൾ പറയുന്നത് കേൾക്കുന്നു, ഒരു വിഭാഗം മുജാഹിദ് പറയുന്നത് കേൾക്കുന്നു, ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് കേൾക്കുന്നു, ഒരു വിഭാഗം സുന്നികൾ പറയുന്നത് കേൾക്കുന്നു. അങ്ങനെ മനുഷ്യൻ പലരും പറയുന്നത് കേട്ട് മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. അപ്പോൾ വിശ്വാസം തന്നെ മൊത്തത്തിലൊരു കാപഢ്യം പോലെ ആയിക്കൊണ്ടിട്ട് ഏതിൽ വിശ്വസിക്കണം എന്നറിയാൻ പാടില്ലാതെ സമൂഹം ഈ വിശ്വാസം തന്നെ തെറ്റാണ്, മൊത്തത്തിൽ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പോലും വിമർശിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനേയും മാനിച്ച് പഠിക്കുക. വാപ്പയില്ലാതെ മകനില്ല, ഉമ്മയില്ലാതെ മകനില്ല. വാപ്പാക്ക് ഒറ്റയ്ക്ക് മകനെ സൃഷ്ടിക്കാൻ കഴിവില്ല. ഉമ്മയും കൂടി ചേരുമ്പോഴാണ് മകൻ സൃഷ്ടിക്കപ്പെടുന്നത്. വാപ്പാക്ക് ഒറ്റയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അള്ള മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഓരോ സൃഷ്ടിയും ഒന്നൊന്നിനോട് ചേർന്നുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വെറുതെ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഒരു ചെടിയാണെങ്കിൽ ഭൂമിയില്ലാതെ ആ ചെടിക്ക് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ഓരോ വസ്തുക്കളും സഞ്ചരിക്കാൻ ഓരോ പാതകൾ വേണം. ആ പാതകളിലൂടെയാണ് അതെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തിനാണ് അള്ള മാത്രമുള്ളെങ്കിൽ മുൻഗണനക്കേറെ എന്തിനാണ്? മീക്കായിൽ എന്തിനാണ്? അസറായിൽ എന്തിനാണ്? റൂഹ് പിടിക്കാൻ അള്ളാഹ്ക്ക് തന്നെ ഇതൊക്കെ അങ്ങോട്ട് ചെയ്താൽ പോരെ? അസറായിലിന് ഇറങ്ങി വന്ന് റൂഹ് പണിക്കാരെ വെക്കേണ്ട ആവശ്യമുണ്ടാകും. അപ്പോൾ എല്ലാത്തിനും ഓരോ ആളുകളാണ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഭൂമിയിൽ അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ മനുഷ്യർക്കിടയിൽ നിന്ന് ഞാൻ ഒരാളെ തിരഞ്ഞെടുത്ത് നിങ്ങളിലേക്ക് അഴക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഖുർആൻ പരിശോധിക്കണം. അല്ലാണ്ട് ഈ പറയുന്ന ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി കമൻ്റ് ഇടയല്ല വേണ്ടത്. ഖുർആൻ എടുത്ത് പരിശോധിക്കുക. പക്ഷെ വ്യക്തമായിട്ട് അൽബക്കറ സൂറത്തിൻ്റെ ഒരു പേജ് മറിച്ച് കഴിയുമ്പോൾ തന്നെ കാണാം, മനുഷ്യരിൽ ചിലരുണ്ട് അവർ പറയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്, എങ്കിൽ അവൻ വിശ്വാസിയല്ല എന്ന്. അപ്പോൾ അള്ള മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അൽബക്കറയല്ലേ? നിങ്ങൾ പോയി ഖുർആൻ എടുത്തിട്ട് മലയാള പരിഭാഷ എടുത്തിട്ട് മറിച്ച് നോക്ക്, അതിലങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോയെന്ന്. മനുഷ്യരിൽ ചിലരുണ്ട് അവർ പറയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്, എങ്കിൽ അവൻ വിശ്വാസിയല്ല. അവൻ്റെ മനസ്സിലൊരു രോഗമുണ്ട്, അവൻ്റെ മനസ്സിലൊരു രോഗമുണ്ട്, അത് കഠിനമാക്കും. അവനോട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞാൽ അവൻ പറയും ഞങ്ങൾ സൽക്കർമ്മങ്ങളാണല്ലോ ചെയ്യുന്നതെന്ന്. അപ്പോൾ അള്ള മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവൻ ശരിയല്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നു. അപ്പം പിന്നെ ഏത് വിശ്വാസത്തിൽ പോകണം? ഇവിടെ മടവൂരിനെ പറയുന്നു, അജ്മീറിനെ പറയുന്നു, മമ്പുറത്തെ പറയുന്നു, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ പറയുന്നു. ഇവരാരും അള്ളാഹു അല്ല. ഇവരെല്ലാവരും അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അവരെക്കുറിച്ചല്ല. പക്ഷെ അവരോടുള്ള ആദരവ് കൊണ്ട് ചില ആൾക്കാർ ബഹുമാനം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മറ്റുള്ളവർക്ക് വിമർശന രീതിയിലേക്കായി പോകാറുണ്ട്. അവർ കാണിക്കുന്ന ആദരവുകളൊക്കെ. ഒരാളോട് ബഹുമാനം തോന്നുമ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരു സിനിമാ നടനെ ഒരു വലിയ സദസ്സിൽ ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നതിൻ്റെ ഇടയിൽ വിക്രം എന്ന് പറയുന്ന സിനിമാ നടനെ
ആവേശം മൂത്തിട്ട് ഓടി വന്ന്, അത്രയും പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ കൂടി ഓടി വന്ന് ഒരുത്തൻ വട്ടം കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തപ്പോൾ സെക്യൂരിറ്റി ഗാർഡുകൾ അവനെ വലിച്ചു തൂക്കി കൊണ്ടുപോവുകയും ഇതിന് വിക്രം വന്നിട്ട് അവനെ മോചിപ്പിച്ചുകൊണ്ട് അവനെ സ്നേഹത്തോടു കൂടി നിന്ന് സെൽഫി എടുപ്പിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരാൾക്ക് ഒന്നിനോട് ഒരു വല്ലാത്ത സ്നേഹം വന്നു കഴിഞ്ഞാൽ അയാൾ കാണിക്കുന്ന പ്രക്രിയ എന്താണെന്ന് അയാൾക്ക് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ സ്നേഹം കൊണ്ട് ഓരോരുത്തരെ ഓരോ രീതിയിൽ പുകഴ്ത്തിയിട്ടുണ്ടാകാം. ഇതൊന്നും ഒരു ശൈഖന്മാരും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. ശൈഖന്മാരൊന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക, നിങ്ങൾ റബ്ബിനെ ഭയപ്പെടുക, ദൈവത്തിനു വേണ്ടി നിങ്ങൾ സുജൂദ് ചെയ്യുക. എപ്പോഴും നമ്മൾ ആരായാലും ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത്. നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യവും ചെയ്യുന്നില്ല. ഞാനത് ചെയ്തു. ഈ ഞാനാരാണ്? ഞാനത് ചെയ്തു എന്ന് പറയേണ്ട കാര്യം തിരിക്കുന്നത്. എൻ്റെ പേര് ഷാജി എന്നാണ്. ഷാജി അത് ചെയ്തു എന്നല്ലേ ഞാൻ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ? അപ്പം ഞാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ പോലും അത് ചെയ്തിട്ടില്ല. അപ്പം ചെയ്ത ആളാരാണ്? എൻ്റെ ഈ ശ്വാസം ഉള്ളതുകൊണ്ടിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റണത്. അപ്പോൾ ശരി, ശ്വാസം എനിക്ക് ആര് തന്നു? ഇതാണ് എല്ലാ മഹാന്മാരും പഠിപ്പിച്ചിരിക്കുന്നത്. മടവൂർ ഷെയ്ഖും പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ അജ്മീറിനെ വിളിച്ചാലും മടവൂരിനെ വിളിച്ചാലും ആരെ വിളിച്ചാലും വിളിക്കുത്തരം തരുന്ന ആരാ? കയ്യിലൊരു വലിയ മൊബൈൽ ഫോണുണ്ട്, അതിൻ്റെ അകത്ത് വലിയ ഒരു സിമ്മ് ഇട്ടിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുമോ? BSNLൻ്റെ സിമ്മോ അല്ലെങ്കിൽ എയർടെലിൻ്റെ സിമ്മോ ഇട്ടിട്ട് 10-20,000 രൂപ വിലയുള്ളൊരു ഫോണാണ്. ആ ഫോൺ കൊണ്ടിട്ട് ഒരാളെയും വിളിക്കാൻ പറ്റില്ല. ആ സിം ഇട്ടത് കൊണ്ടും വിളിക്കാൻ പറ്റില്ല. അതിന് റേഞ്ചും വേണം. ആ റേഞ്ച് ഇട്ടത് കൊണ്ടും നമുക്ക് പറ്റില്ല. അതിൽ ചാർജ് ചെയ്യണം. എങ്ങനെ ചാർജ് ചെയ്യണം? 2 തരത്തിലുള്ള ചാർജ് ഉണ്ട്. ഒന്ന് ഇലക്ട്രിക്കൽ ചാർജും ഒന്ന് അതിൻ്റെ അകത്ത് നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള ചാർജും ചെയ്യണം. ഈ 2 ചാർജിങ് നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഒരാളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു ടവർ വേണം, നല്ല റേഞ്ച് കിട്ടുന്നൊരു ടവർ വേണം. ഇല്ലെങ്കിൽ നമ്മൾ പറയും കേൾക്കുന്നില്ല എന്നതുപോലത്തെ അവസ്ഥയാണ് ഈ തരം പുത്തൻ പ്രസ്ഥാനക്കാരുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ മടവൂരിനെ വിളിച്ചത് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഇനി മമ്പറോ പാപ്പ എന്ന് വിളിച്ചു കൊണ്ടിട്ടോ ഒന്നും ആരും ചീത്തയായി പോണില്ല. ഈ വിളിക്കുന്നവരെല്ലാവരും. ഇപ്പം ഞാനടക്കം ഒരു ഖബറിങ്ങൽ പോയി നിന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അവിടെ ചെന്നിട്ട് പള്ളിപ്പടി ഉപ്പാപ്പ ഞങ്ങളെ കാക്കണേന്നല്ല പറയണത്. ഫാത്തിഹ സൂറത്താണ് ഓതുന്നത്. യാസീനാണ് ഓതുന്നത്. അപ്പം ചോദിക്കും ഇതെന്തിനാ ഓതനാണ്? നമ്മളെന്തിനാ സ്കൂളിൽ പോയിരുന്ന് പഠിക്കുന്നത്? ഇപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലിരുന്ന് ഓൺലൈനിലിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇത്രയും വിദ്യാലയങ്ങൾ ഇവിടെ കെട്ടിപ്പൊക്കി ടെറസ് പോലെ മാളികയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലിരുത്തി പഠിച്ചത് എന്തിനാ? ഇപ്പോൾ അവിടെ അതിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ പഠിപ്പിക്കാൻ ടീച്ചർമാർ തന്നെ വേണം എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? ഓൺലൈൻ ക്ലാസ് ആയാലും ഇപ്പോൾ ടീച്ചറില്ലാതെ പറ്റില്ല. സ്കൂളില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ടീച്ചറില്ലാതെ പറ്റില്ല. അപ്പം എന്നതുപോലെ റബ്ബ് മാത്രമുണ്ടായതുകൊണ്ട് കാര്യമില്ല. അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ ഗുരു ആവശ്യമാണ്. ഗുരു ഇല്ലാതെ അറിവുണ്ടാകുന്നില്ല. അപ്പോൾ അല്ല നേരിട്ട് ഇങ്ങോട്ട് ആർക്കും അറിവ് എത്തിച്ചു കൊടുത്തിട്ടില്ല. ഓരോരുത്തർ വഴിക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇന്ന് ബാങ്ക് വിളിക്കുമ്പോഴും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിലും മുജാഹിദിൻ്റെ പള്ളിയിലും സുന്നിയുടെ പള്ളിയിലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത്. അള്ളാഹ് മാത്രം ഉള്ളെങ്കിൽ അള്ളാഹിൻ്റെ പേര് മാത്രം വിളിച്ചാൽ പോരെ? എന്തിന് റസൂലുള്ളാഹിൻ്റെ പേര് പറയുന്നു? അപ്പോൾ ആദ്യം നമ്മൾ ശരിക്കും എല്ലാത്തിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. ചിലർ ആരാധന മൂത്തിട്ട് അവർ കാട്ടുന്ന കോപ്രായങ്ങളൊന്നും ഒരു ശൈഖന്മാരും പഠിപ്പിച്ചു കൊടുത്തതല്ല. ഞാൻ ഇതിൽ മടവൂർ ഹയാത്തിലുള്ളപ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് മടവൂരിനെ മടവൂർ പഠിപ്പിച്ചതല്ല സിയാറത്ത് നടക്കുന്ന കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. അതൊരു പരിധിവരെ ശരിയാണ്, കാശുണ്ടാക്കാൻ വേണ്ടി പല തോന്നിവാസങ്ങളോടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അവിടെ നിൽക്കുന്ന ആളുകൾ കാശിന് വേണ്ടി മാത്രമായിട്ട് കാട്ടിക്കൂട്ടുന്നു. ഇപ്പോൾ ഏർവാടി ചെന്നാൽ കാണാം. പക്ഷെ അവർ പഠിപ്പിച്ചതല്ല, പഠിക്കാത്ത കാര്യങ്ങളാണ് അവിടെ. കാരണം അവിടെ കാശിന് വേണ്ടിയിട്ടാണ്. ഒരു തുണി വിരിക്കണമെങ്കിൽ 250 രൂപ കൊടുക്കണം. അപ്പം ഇങ്ങനെയുള്ള പ്രക്രിയകൾ കൊണ്ടിട്ടാണ് സത്യത്തിൽ ഇവിടെ ഇത്തരം ആളുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ അവൻ്റെ വിഷമത്തിന് ഒരു നല്ല ചൂട് വരുമ്പോഴാണല്ലോ നമ്മളൊരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു തണൽ പറ്റാൻ പോയിരിക്കുന്നത്. അതിന് നല്ല ചൂടുണ്ടെങ്കിലാണ് നമുക്ക് പറ്റുള്ളൂ. നല്ല ചൂട് വരുമ്പോൾ നമ്മളൊരു മരത്തിൻ്റെ തണൽ പറ്റാൻ നോക്കും. നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു വഴിയോര അരികിൽ എവിടെയെങ്കിലും ഒരു കടയോ
അല്ലെങ്കിൽ തിണ്ണയോ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കിപ്പോകും. അപ്പോൾ ഒന്നിൻ്റെ സഹായമില്ല. മഴ വരുമ്പോൾ വേറെ തന്നെ അള്ള മാറ്റിത്തരട്ടെ മഴ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മഴ നനഞ്ഞു തന്നെ പോകേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മറ്റൊന്നിനെ ആശ്രയിക്കുന്ന ഒരു രീതി, ആ ആശ്രയ രീതിയാണ് സൂഫിസം. എല്ലാവരും ആശ്രയിക്കുന്നു. ഒന്നിനെ ആശ്രയിക്കാതെ ഒരാൾക്കും എവിടെ എത്താൻ പറ്റൂല. അപ്പോൾ വാപ്പയുണ്ടായത് വാപ്പയുടെ വാപ്പയുള്ളത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഒന്നില്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അല്ലാതെ ഓടിച്ചാടി വന്നിട്ട് ഏതെങ്കിലും മൊയ്ലിയാക്കന്മാർ എവിടെയെങ്കിലും നിന്ന് വല്ല കഥാപ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുത്. അജ്മീർ ഹാജാനെ വിളിച്ചു, മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചു, ആരെ വിളിച്ചാലും അള്ളാനെ തന്നെ വിളിക്കുന്നത്. കാരണം അവരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഞാൻ റസൂലുള്ള പറഞ്ഞതും അത് തന്നെയാണ്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്, പക്ഷേ എന്നിൽ വഹി ഇറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ വഹി ഇറങ്ങുന്ന കുറേ ആളുകളുണ്ട്. അവരൊന്നും മന്ത്രവാദികളല്ല. ആന പുലിയാകട്ടെ, പുലി ആടാകട്ടെ എന്ന് പറയുന്നവരെല്ലാവരും അവരറിവ് പകർന്നു കൊടുക്കുന്നവരാണ്. അത്തരം ആളുകൾ ദൈവത്തിൽ എപ്പോഴും സമർപ്പിച്ച് ജീവിതം നയിച്ചു പോകുന്നതിൻ്റെ പേരിൽ അവരുടെ വാക്കുകൾ വേസ്റ്റാകാറില്ല. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി കടന്നു വരുന്നവനിക്ക് ചിലപ്പോൾ രോഗം മാറിയിട്ടുണ്ടാകാം, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടുണ്ടാകാം. അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ചില ഡോക്ടർമാർ വന്ന്, ചില നഴ്സന്മാർ വന്ന് ഇഞ്ചക്ഷൻ എടുത്താൽ നമ്മുടെ കൈ ഭയങ്കര വേദനയായിരിക്കും, സഹിക്കാൻ പറ്റില്ല. എന്നാൽ ചില നഴ്സന്മാർ സൂചി കയറ്റി അറിയ പോലുമില്ല. അത് എക്സ്പീരിയൻസാണ്. ഇവിടെ എത്രയോ ലാബുകളിൽ ടെസ്റ്റ് നടത്തുന്നു. എല്ലാ ലാബിലും നമ്മുടെ യൂറിൻ എടുത്തിട്ട് ഒരു 10 ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും, 10 റിസൾട്ടായിരിക്കും. അപ്പോൾ ആർക്കും കൃത്യമായിട്ട് ഒന്നും പ്രവചിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. എല്ലാവരിലും വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകൾ മനസ്സിലാക്കി കൊണ്ടുവേണം ഓരോ വ്യക്തിയെയും മാനിക്കാൻ. അല്ലാണ്ട് എന്തെങ്കിലും ആരെങ്കിലും യൂട്യൂബിലൂടെ പറയണ കേൾക്കുമ്പോഴത്തേക്കും മടവൂർ പഴച്ചതാണ്, അജ്മീർ പഴച്ചതാണ്, മറ്റവർ പഴച്ചതാണ്, ഇവർ പഴച്ചതാണ്. ഇവരാരും ആരെയും പഴപ്പിക്കാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ പേരും അവരുടെ കബറിടവും ഇന്നും നിലകൊള്ളുന്നത്. അതിനെ റെസ്പെക്റ്റ് ചെയ്യലാണ്, ബഹുമാനിക്കലാണ്. അതിനെ ആരാധന എന്നല്ല പറയണത്, അത് റെസ്പെക്റ്റാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ നമുക്കൊരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന അലമാരിയിൽ ഷോക്കേസിൽ വെക്കില്ലേ? എൻ്റെ കയ്യിൽ ഇതാ ഒരു മുറിപ്പാടുണ്ട്. 4ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ബ്ലേഡ് കൊണ്ടൊരു പാടാണ്. എന്നാൽ സ്കൂളിൽ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരെയൊന്നും നമ്മൾ ഓർക്കാറില്ല. പക്ഷേ ഈ മുറിപ്പാട് കാണുമ്പോൾ എന്നും ഞാൻ അവനെ ഓർക്കും. കാരണം അവനെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, ആ പേര് മറക്കാനും പറ്റുന്നില്ല. അവനെ മറക്കാതിരിക്കാനും ഞാൻ എന്ത് ചെയ്യും? ഈ മുറിപ്പാടിൻ്റെ കയ്യിൽ നിന്ന് പോകണം. ബ്ലേഡ് കൊണ്ട പാടാണ്. അപ്പം എന്നതുപോലെ ചില വ്യക്തിത്വങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. അത് നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ കൊണ്ടാണ്. അത്തരം അനുഭവങ്ങൾ കിട്ടിയ ആളുകളാണ്. പക്ഷെ അത് വിളിച്ചു പറയാൻ പാടില്ല. കറാമത്തുകൾ ഇങ്ങനെ വിളിച്ചു പോവും. ജയിലിൽ കയറി, ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. ഇതൊന്നും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. വായി തോന്നിയതൊക്കെ വിളിച്ചു കൂവി ഇസ്ലാമിനെ തന്നെ വിമർശിക്കാൻ വഴിയൊരുക്കി കൊടുക്കലാണത്. നമുക്കെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് സൂക്ഷിക്കുക. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നാട്ടിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ചെയ്യണത്. നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് റോട്ടിലൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുമോ? യൂട്യൂബിൽ കൂടി പറയും നിങ്ങൾ. എൻ്റെ വീട്ടിൽ അലമാരിയുണ്ട്, ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, അതുപോലെ തന്നെ സോപ്പൊട്ടിയുണ്ട്, എത്ര സ്വർണ്ണമുണ്ട്, എത്ര പണമുണ്ടെന്നൊക്കെ നിങ്ങൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞേ. അതൊന്നും നിങ്ങൾ പറയില്ല. അപ്പോൾ അത് പറയേണ്ട കാര്യമല്ലല്ലോ. അപ്പം എന്നതുപോലെ പറയേണ്ടത് പറയാൻ ശ്രമിക്കുക, ആവശ്യമില്ലാത്തത് പറയാതിരിക്കുക. എന്തിനാണ് സ്വയം പല്ലുകുത്തി മറ്റുള്ളവരെ കൊണ്ട് മണപ്പിച്ച് നാറ്റം എന്നുള്ള വാക്ക് കേൾക്കുന്നത്? ഇത് നിങ്ങൾക്ക് നിർത്തിക്കൂടെ? എന്തിന് അത്തരം ആളുകളെ നിങ്ങളിങ്ങനെ പൂജിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് മോശമാക്കി കളയുന്നത് എന്തിനാണ്? ഞാൻ തന്നെ ഒരു ടാക്സി ഡ്രൈവർ, ആ വണ്ടിക്ക് പേര് CM മടവൂർ. ഞാനപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് ഈ പേരിട്ടിരിക്കുന്നത്? അത് മടവൂർ എന്നുള്ള പേര് ഞാൻ ഇട്ടതാണ്. എന്താ അതിടാൻ കാരണം? അല്ല, എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനവും ആദരവും ഉണ്ട്. ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഉലിഞ്ഞു കളയാൻ പറഞ്ഞു ഞാൻ അവരോട്. ഉണ്ടെങ്കിൽ നിങ്ങളത് ഉലിഞ്ഞു കളയൂ. അപ്പോൾ എന്നോട് ചോദിച്ചു അതെന്താണ്? ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെങ്കിൽ ആ പേര് അതുമേന്ന് മായ്ച്ചു കളയുക. അത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. അത് ബോർഡ് എഴുതി വെക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത്.
സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നിങ്ങളുടെ ടാക്സി വണ്ടിയിൽ കള്ളുകൂടിയനും കയറും, പെണ്ണുകൂടിയനും കയറും, അതുപോലെയുള്ള എല്ലാ ആൾക്കാരും കയറും, ഇതിനെ വിമർശിക്കുന്നവരും കയറും. അപ്പോൾ എല്ലാവരും അംഗീകരിച്ചു കൊണ്ടിട്ട് ഈ മടവൂരെന്നുള്ള പേരും വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വിശ്വാസം മനസ്സിൻ്റെ ഉള്ളിലാണ്, അത് പുറത്തെടുത്തിട്ട് എഴുന്നള്ളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഓരോ വ്യക്തികൾക്കും അവരവരുടെ ജീവിതവും അവരവരുടെ അവസ്ഥകൾ. ഇപ്പോൾ ഷുഗറുള്ളവനിക്ക് മധുരം കഴിക്കാൻ പറ്റുമോ? ഷുഗറുള്ള ഒരു രോഗിക്ക് മധുരം കഴിക്കാൻ പറ്റുമോ? എനിക്ക് മധുരം കാണുമ്പോൾ കൊതി വന്നിട്ട് കാര്യമുണ്ടോ? അപ്പം എന്നതുപോലെ ഓരോ ആളുകൾക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അവരവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. അവരവരതിനെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നല്ലാതെ അതെല്ലാം വിളിച്ചു കൂവി യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുന്ന പരിപാടിക്ക് വേണ്ടി, ചാനൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു മെസ്സേജൊക്കെ പറയണ്ടേന്നും പറഞ്ഞുകൊണ്ട് മഹാന്മാരെയെല്ലാം പുച്ഛിക്കുന്ന തരത്തിലുള്ള ഇത്തരം കറാമത്ത് കഥകളൊക്കെ ഇനിയെങ്കിലും നിങ്ങൾ നിർത്തണമെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. കാരണം അവരെ പരിഹസിക്കാനാണ് നിങ്ങൾ വഴിയൊരുക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കട്ടെ. നിങ്ങൾ എന്തിനു വിളിച്ചു പോകണം? നിങ്ങൾ ആരെ ബോധ്യപ്പെടുത്താനാണ്? അത് വിളിച്ചു പോയിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ട്, ഞാനിത് വിളിച്ചു പോയിട്ടില്ലല്ലോ. നമ്മളെന്തിനു പരിഹസിക്കണം? എൻ്റെ വാപ്പ കള്ളുകൂടിയനായിരുന്നു, ഞാൻ റോട്ടിലൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്ക് എൻ്റെ വാപ്പ കുടിയനാണ്. അതെൻ്റെ വീട്ടിലെ പ്രശ്നമാണ്. അത് ഞാൻ നാട്ടുകാരോട് വിളിച്ചു പോയിട്ട് എനിക്കെന്ത് കിട്ടാനാ? അപ്പം എന്നതുപോലെ ഓരോ കുടുംബത്തിലും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അതാരും വിളിച്ചു പോകുന്നില്ല. എന്നതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. നിങ്ങളത് വിളിച്ചു കൂവി നാറ്റിക്കണം എന്തിനാണ്? മറ്റുള്ളവരെ കൊണ്ട് വിമർശിപ്പിക്കാനായിട്ട് വഴിയൊരുക്കിക്കൂടാ. അത് നിങ്ങൾ മഹാന്മാരോട് ചെയ്യുന്ന ചതിയാണ്, വഞ്ചനയാണ്. അവർ പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്ബറകളിൽ ചെന്നാൽ കാണാം, ഒരാൾ വിഷമത്തിൽ അവിടുത്തെ നേർച്ച എന്താ? തുണി വിരിക്കലാണ്. അപ്പോൾ കൊണ്ടുപോയി തുണി കൊടുത്തു. ഇയാൾ കൊണ്ടുപോയി കൊടുത്ത തുണി മക്ബറയിൽ വിരിച്ചു. ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. തെറ്റുകളുണ്ട്, ഒരുപാട് തെറ്റുകളുണ്ട്. ഈ മക്ബറകളിൽ നടക്കുന്ന ഒരുപാട് അനീതികളുണ്ട്. അത്തരം ശിർക്കുകളാണ് ഇവിടെ ഇത്തരം ആളുകളെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നത്. ഇത്തരം ശിർക്കുകൾക്കെതിരെ ആണ് എൻ്റെയും സംസാരം. ഇത്തരം ശിർക്കുകൾ നിന്നേ പറ്റുള്ളൂ എന്ന് വെച്ചുകൊണ്ട് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അവരാരും ശിർക്കിൻ്റെ ഉടമസ്ഥരല്ല. അതും കൂടി തിരിച്ചറിയണം. അവരാരും ശിർക്ക് പഠിപ്പിച്ചിട്ടുമില്ല. അവരോരോ ശിർക്കിൽ നിന്നും ഒഴിഞ്ഞു ജീവിക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷെ അവരുടെ ചരിത്രങ്ങളെ കാണാത്തവരൊക്കെ വളച്ചൊടിച്ച് അവരുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ അങ്ങോട്ട് സങ്കല്പിച്ച് ആ വാഴി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിച്ചു വിടും. ഇത്തരം സംസാര രീതികളൊക്കെ എല്ലാ മൊയ്ലിയാക്കന്മാരും നിർത്തണമെന്ന് ഞാൻ പ്രത്യേകം പറയാം. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക, അത് വിളിച്ചു കൂവാതിരിക്കുക. നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നാട്ടിലേക്കും യൂട്യൂബിലൂടെ വിളിച്ചു പറയോ, ഇന്ന് എൻ്റെ മകൻ ഇങ്ങനെ സംഭവിപ്പിച്ചു, ഇങ്ങനെ ആക്കി എന്നൊക്കെ യൂട്യൂബിൽ കൂടി ചർച്ച ചെയ്യോ? നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഓരോ വ്യക്തികളുടെയും കുടുംബത്തിൽ, നിങ്ങളതൊക്കെ ചർച്ച ചെയ്യും യൂട്യൂബിലൂടെ. അതെന്താ പറയാത്തത്? അപ്പോൾ അത് പറയാൻ പറ്റുന്ന കാര്യമല്ല, അത് നാണക്കേടുണ്ടാക്കും. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ അനുഭവങ്ങൾ നമുക്കുള്ളതാണ്. അത് മറ്റുള്ളവരോട് വിളിച്ച് പറയാനുള്ള, പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക, അത് പറയേണ്ടവരോട് പറയുക. അത് ചാനലിലൂടെ പബ്ലിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങളല്ലാതെ. കാരണം ഇവിടെ വിശ്വാസികളും അവിശ്വാസികളും യുക്തിവാദികളും ഒക്കെയുള്ള ഒരു വലിയ സമുദ്രത്തിലേക്കാണെന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എറിയണമെന്നുള്ള ഓർമ്മ വേണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ആളുകളെ വഴിപിഴപ്പിക്കുന്നവരാക്കി മാറ്റാതിരിക്കാൻ മുസ്ലിയാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.